വിജയൻ മൂന്നാമത് മന്ത്രിയാവും എന്നുള്ളത് ഏതാണ്ട് ഉറപ്പുള്ള ഒരു കാര്യമായി. നിങ്ങൾ എല്ലാവരും വിചാരിക്കുക അദ്ദേഹം പൊട്ടും, ഇത്രയും കുറ്റങ്ങൾ കേട്ടിട്ട് ഇനി എങ്ങനെ ജയിക്കുന്നുള്ളത്. പക്ഷെ നിങ്ങളുടെ വിചാരമൊക്കെ തെറ്റായിട്ടുള്ള കാര്യമാണ്. അതിനുള്ള എല്ലാ സ്ട്രാറ്റജിയും അദ്ദേഹം ഇപ്പൊ ചെയ്തു വെക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലെ PR വർക്ക് നല്ല രീതിയിൽ പാളിപ്പോകുന്നത് ഇപ്പൊ എല്ലാവർക്കും അറിയാം. മിഞ്ഞാന്ന് സോഷ്യൽ മീഡിയയിലും പേപ്പറിലെ ഫ്രണ്ട് പേജിലും എല്ലാം ഒരു മുസ്ലിം മന്ത്രിയായിട്ട് കെട്ടിപ്പിടിക്കുന്ന ഫോട്ടോ വന്ന് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. ജമ്മു കാശ്മീരിലെ മന്ത്രിയാണ്, പക്ഷെ ആ മന്ത്രിയുടെ മുഖം ആരും കണ്ടിട്ടില്ല. പിണറായി വിജയന്റെ മുഖം മാത്രമേ കണ്ടിട്ടുള്ളൂ. അതൊരു PR വർക്കാണ്. അത് പാളിപ്പോയി, അത് വിട്. പക്ഷെ അതിന് പിന്നിലൊരു സ്ട്രാറ്റജി ഉണ്ട്. ആ പരിപാടിക്ക് ശേഷം PR വർക്കൊക്കെ ഇത്രയും പാളിയിടക്കം നിരീശ്വരവാദിയായ ആരിഫ് ഹുസൈൻ അടക്കം പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് വന്നത്. എന്തുകൊണ്ട്? ഓപ്പറേഷൻ ജാതി. മൂന്നാം മന്ത്രിസഭ ഇനി എന്തായാലും നിലനിൽക്കണമെങ്കിൽ ജാതി തന്നെ മുഖ്യം. ജാതി മാത്രം പോരാ, അതിലുപരി പൈസ വേണം. അപ്പൊ പൈസ ഉണ്ടാക്കാൻ എന്താ പരിപാടി എന്നുള്ളത് ആദ്യം തുടങ്ങിയത് അയ്യപ്പ സംഗമത്തിലൂടെയാണ്. അയ്യപ്പ സംഗമത്തിന് 7 കോടി ചെലവായി എന്നാണ് പറയുന്നത്. പക്ഷെ അതിന് 3.5 കോടിയെ ചെലവായിട്ടുള്ളൂ എന്നുള്ളത് ഇപ്പൊ 2 ദിവസം മുമ്പ് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ബാക്കി 4 കോടി എവിടെ പോയി? സർക്കാരിന്റെ ഖജനാവിൽ പോയോ, അതോ മന്ത്രിമാരുടെ പോക്കറ്റിൽ പോയോ, അതോ പാർട്ടി ഫണ്ടിലേക്ക് പോയോ? ആർക്കും അറിയില്ല, ആരും ചോദിക്കാനും പോടില്ല. അത് കഴിഞ്ഞതും വീണ്ടും ഒരു ഉടായ്പ പരിപാടിയായിട്ട് വന്നു നവകേരള സർവേ. പക്ഷെ നവകേരള സർവേയിൽ ശരിക്കും പണി കിട്ടി. അതിൽ ഹൈക്കോർട്ടിലെ ഡിവിഷൻ ബെഞ്ച് എന്തായാലും അത് ഒരു തട്ടിക്കൂട്ട് പരിപാടിയാണ്, അത് പറ്റില്ല, അതിന്റെ പൈസ എവിടെയെന്നുള്ളത് കാരണം കാണിക്കാൻ പറഞ്ഞിട്ട് അവര് നോട്ടീസ് അയച്ചു. കോടതി പറഞ്ഞ പിന്നെ എന്ത് സർക്കാർ? പക്ഷെ തിരിച്ചു വെക്കാൻ പൈസ ഇല്ല. എല്ലാം സർവേയുടെ പേരിൽ എല്ലാവരും പോക്കറ്റിലാക്കി കഴിഞ്ഞല്ലോ. അപ്പോഴെന്താ വഴി? കേരള സർക്കാർ ഓടുന്നത് എങ്ങനെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം, മദ്യത്തിലൂടെയാണ് എന്നുള്ളത്. ഇതാ കൂട്ടി ടൈം രാവിലെ 10 മണി മുതൽ രാത്രി 12 മണി വരെ പ്രത്യേക പൈസ കൊടുത്ത് അവർക്ക് 3 മണി വരെ ഇരിക്കാൻ പറ്റും ഇത്ര ബാറിൽ. അങ്ങനെയാണെങ്കിൽ ബാർ ഇപ്പൊ മൊത്തത്തിൽ ഒരു 24 hours ഓൺ ഡ്യൂട്ടിയിൽ തന്നെയായി. മദ്യം നിരോധിക്കണം എന്നല്ല പറയുന്നത്, മദ്യം കഴിക്കേണ്ടവർ കഴിക്കട്ടെ. പക്ഷെ മദ്യത്തിന് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് മദ്യത്തിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ടാവണം എന്നുള്ള ഒരു പക്ഷക്കാരനാണ് ഞാൻ. 2016 പിണറായി സർക്കാർ വരുമ്പോൾ മദ്യവർജനം നടത്തുമെന്നാണ് പറഞ്ഞത്. ഇതാണോ മദ്യവർജനം? അന്ന് ഇന്നസെന്റിനെ വെച്ചിട്ടും KPSC എഴുതിയതിനെ വെച്ചിട്ടും വലിയൊരു സംഭവമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ. ഉള്ള ബാറുകളെല്ലാം അന്ന് പൂട്ടിയിട്ടുണ്ടായിരുന്നു. അത് എന്നിട്ട് 120 ബാറായിട്ട് കുറയും ചെയ്തു. ഇപ്പൊ കേരളത്തിലെ ബാറിന്റെ എണ്ണം എത്രയാണെന്ന് അറിയോ? 879 ബാറാണ് ശരിക്കും കേരളത്തിൽ ഇപ്പോൾ ഉള്ളത്. എന്നാൽ സാധാരണക്കാർ കൂടുതലും ബാറിൽ പോയി അടിക്കാറില്ല, മിക്കവരും ബീവറേജ് പോയിട്ടാണ് വാങ്ങുക. പക്ഷെ ബീവറേജിൽ ഇത്രയ്ക്ക് മാറ്റമൊന്നുമില്ലല്ലോ. 309 ബീവറേജ് ആണ് 2016 ഉണ്ടായിരുന്നത്. അത് 336 ആയിട്ട് കൂടിയതല്ലാണ്ട് വലിയ വ്യത്യാസമൊന്നും ബീവറേജ് ഇല്ല. ഇതിൽ വ്യത്യാസം വന്നതിന് കാരണം എന്താ വെച്ചാൽ കുറച്ച് പ്രീമിയം ബീവറേജ് തുടങ്ങിയെന്നല്ലാണ്ട് വേറെ വ്യത്യാസമൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. പക്ഷെ ഏറ്റവും സാധാരണക്കാരന്റെ കള്ള് ഷാപ്പിലോ ഈ വ്യത്യാസമില്ല. കേരളത്തില് 2016 5170 കള്ള് ഷാപ്പ് ഉണ്ട് എന്നാണ് കണക്ക്. അതിപ്പോ 5129 ആയിട്ട് കുറയുകയാണ് ചെയ്തത്. കള്ളിപ്പോ അധികം ആരും കുടിക്കാറുമില്ല, അത് വേറെ കാര്യം. അപ്പൊ എന്തായാലും പൂട്ടി പോകത്തേ ഉള്ളൂ. പക്ഷെ ബാറിന്റെ ടൈം കൂട്ടിയത് എന്തായാലും രാഷ്ട്രീയക്കാർക്ക് എന്തായാലും പൈസ കൊടുക്കാണ്ട് എന്തായാലും ടൈം കൂട്ടില്ല എന്നുള്ളത് ഉറപ്പുള്ള ഒരു കാര്യമാണ്. അപ്പൊ ആ പൈസ ഇപ്പൊ ഇലക്ഷൻ ഫണ്ടിലേക്ക് സുഖമായിട്ട് മാറ്റി വെക്കുകയും ചെയ്യാം. ആ കൂടെ എനിക്ക് ഇഷ്ടമായത് ഭിന്നശേഷിക്ക് കൊടുക്കേണ്ട സംവരണത്തില് NSSനും അതിനൊരു പങ്ക് കൊടുത്തതിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമായത്. ഞാൻ പേഴ്സണലി ഒരു നായരാണ്. എനിക്ക് ഭയങ്കര ദേഷ്യം ഉണ്ടായിരുന്നു ഈ നായർ എന്ന കാസ്റ്റിനോട്. കാരണം ജനറൽ കാറ്റഗറിയിലായതും കൊണ്ട് എന്ത് എക്സാം എഴുതിയാലും നല്ല മാർക്ക് വാങ്ങിയാലും ഞാൻ പുറന്തള്ളപ്പെട്ടിട്ടേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. കാരണം എയ്ഡഡ് സ്കൂളുകളല്ല ഇപ്പൊ നിയന്ത്രിക്കുന്നത് ശരിക്കും മാനേജ്മെന്റ് ആണ്. അവിടെ ജാതിയൊന്നുമില്ല. ആര് 30 ലക്ഷം അല്ലെങ്കിൽ 50 ലക്ഷം കൊടുത്തോ അവനെ അവിടെ പോയി പഠിപ്പിക്കാം, അങ്ങനെയാണ്. ഒരു ഭിന്നശേഷിയുള്ള ഒരാൾ നിങ്ങളുടെ സ്കൂളിൽ നിങ്ങളെ പഠിപ്പിക്കണം നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? വളരെ അത്യപൂർവമായിട്ട് ഏതെങ്കിലും സ്ഥലത്ത് ഒരെണ്ണേ ഉണ്ടാവുള്ളൂ. അതും പാർട്ടിയുടെ ബേസിൽ വന്നതുമായിരിക്കും. ഇതിനു മുമ്പ് മാനേജ്മെന്റ് ചെയ്തതെന്ന് വെച്ചാൽ നായർ കാസ്റ്റ് ആയതും കൊണ്ട് കൂടുതൽ പൈസ വാങ്ങുകയും ചെയ്തു. ഇനിയിപ്പോൾ അതിന്റെ ആവശ്യം എന്തായാലും വരികയുമില്ല. അതിലെന്തായാലും സുകുമാരൻ നായർ തക്ക സമയത്തിന് പക്കയായിട്ട് സുപ്രീം കോടതിയിൽ അന്നൊരു സ്റ്റേ കൊടുത്തതും കൊണ്ട് ഇപ്പൊ അതിനൊരു വിധി ഉണ്ടായതും കൊണ്ട് അതെന്തായാലും പേഴ്സണലി നായർ കാസ്റ്റ് ഉള്ളവർക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. സുപ്രീം കോടതി വിധി എന്തായാലും ഇനിയിപ്പോ CPM മറികടക്കാനും കഴിയില്ല, അത് വേറെ കാര്യം. ഇതിന് വിധി വന്നപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. എന്തും കൊണ്ടാണ് സുകുമാരൻ നായർ അയ്യപ്പ സംഗമത്തിന് വേണ്ടിയിട്ട് ശരിക്കും പിണറായി വിജയനെ തുടച്ചതെന്നുള്ളത് ഇപ്പൊ എനിക്ക് മനസ്സിലായി. അതെന്തായാലും അധികം കാലം നിന്നില്ല. സുകുമാരൻ നായർ പതിയെ അങ്ങോട്ട് പിൻവലിയുകയാണ് അതിൽ ചെയ്തത്. എന്തൊക്കെ പറഞ്ഞാൽ കേരളത്തിൽ മെജോറിറ്റി ആയിട്ട് നിൽക്കുന്നത് NSSും SNDP ആണ്. NSSനെ പറ്റി നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്. NSS കേരളത്തിലെ ഗവൺമെന്റ് പോലെ തന്നെ നല്ല പാരലൽ ഗവൺമെന്റ് ആയിട്ട് തന്നെ നല്ല തകൃതിയായിട്ട് ഭരണം നടത്തുന്നുണ്ട്. അത് മിക്കവർക്കും അറിയാറില്ല. അപ്പോൾ ഈ മെജോറിറ്റി വോട്ടൊക്കെ ഇനി എങ്ങോട്ട് പോകും? CPMന് പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. ബാറിന് ടൈം കൂട്ടിയതും കൊണ്ട് ബാർ ലൈസൻസിന് ഇപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല.
അപ്പോഴും ആ വോട്ടുകളൊക്കെ എങ്ങോട്ട് പോകും? CPM-ന് വോട്ട് പോകും. ഇതിന്റെ മാസ്റ്റർ ബ്രെയിൻ ആരായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പറയാണ്ട് തന്നെ അറിയാം. അവരവിടെ ബുദ്ധിയില്ലാത്തവരാണ് എന്ന് പറയണ നാട്ടുകാരല്ല ശരിക്കും പറഞ്ഞ മണ്ടന്മാര്. അപ്പൊ 3-ാം മന്ത്രിസഭ ആരായിഞ്ഞ് ഭരിക്കാൻ പോണു? CPM തന്നെ. പോരാത്തതിന് പെൻഷൻ കൂട്ടുകയും ചെയ്തു. അതൊക്കെ എൻ്റെ വീട്ടുകാർക്കും കിട്ടുന്നുണ്ട്. അവർ നല്ല ഹാപ്പിയാണ്. രാഷ്ട്രീയക്കാർ എന്ത് ചെയ്താലും അവനവന് പൈസ കിട്ടുന്നുണ്ടെങ്കിൽ അവരതെല്ലാം മറക്കും. ജനങ്ങൾക്ക് എന്താ വേണ്ടത്? കാന പീന മക്കാന. അത് കറക്റ്റായിട്ട് പാർട്ടിയിൽ നിന്ന് കിട്ടുന്നുണ്ടോ അവിടെ വോട്ട് വീഴും. അതാണ് അതിൻ്റെ പോളിസി.